ഹായ് ഫ്രണ്ട്സ്, ഞാൻ എത്തിയിട്ടുള്ളതൊരു സോളാർ ഹോം യു പി എസുമായിട്ടാണ്. മിനി ഇൻവേർട്ടർ എന്നൊക്കെ ഇതിനെ വിളിക്കാം. ചെറിയ വാട്ട്സിൻ്റെ ഒരു ഇൻവേർട്ടറാണിത്. അപ്പോൾ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 5 LED ബൾബുകളൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻവേർട്ടറുകൾ പെട്ടെന്ന് കേടുവരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ശരിയാക്കിയെടുക്കാൻ പറ്റുന്ന പല കംപ്ലൈൻറ്റുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻവേർട്ടർ ഓപ്പൺ ചെയ്ത ഉടനെ നിങ്ങൾ ബാറ്ററിയുടെ ലെഗുകൾ റിലീസ് ചെയ്ത് ബാറ്ററി സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് മാറ്റി വെക്കുക. നേരെ പോയിട്ട് സർക്യൂട്ട് ബോർഡിൽ ടച്ച് ചെയ്യുകയോ സർക്യൂട്ട് ബോർഡ് ചെക്ക് ചെയ്യുകയോ ചെയ്യരുത്. സർക്യൂട്ട് ബോർഡ് ഷോർട്ട് ആവാനും ഷോക്ക് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മിനി ഇൻവേർട്ടറുകൾ എടുത്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലത്തെ ഒരു സർക്യൂട്ട് ബോർഡും ഒരു ബാറ്ററിയും ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ഒരു ഫ്രെയിമും സ്വിച്ചിങ് സർക്യൂട്ട് മാത്രമേ ഇതിൽ വരുന്ന പാർട്സുകളുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സപ്ലൈ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം സപ്ലൈ വയർ ചെക്ക് ചെയ്യണം. പിന്നെ ഫ്യൂസും ചെക്ക് ചെയ്യണം. അപ്പോൾ സപ്ലൈ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇൻവേർട്ടർ വെച്ച സ്ഥലത്ത് ഒരു ടെസ്റ്റർ യൂസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള സപ്ലൈ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു ഇൻവേർട്ടർ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫ്യൂസ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇതായിരിക്കും അതിൻ്റെ ഫ്യൂസ്. അപ്പോൾ ഫ്യൂസിൻ്റെ അകത്തൊരു ചെറിയ മെൽറ്റിംഗ് വയർ ഉണ്ടാവും. അത് കട്ടായിട്ടുണ്ടോ നോക്കിയാൽ നമുക്ക് ഫ്യൂസ് പോയിട്ടുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരു മൾട്ടിമീറ്റർ എടുത്ത് കണ്ടിന്യൂറ്റി ടെസ്റ്റിലിട്ടിട്ട് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടെസ്റ്റിംഗ് ലാമ്പ് യൂസ് ചെയ്തിട്ടും കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഫ്യൂസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഇൻവേർട്ടർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഫ്യൂസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂസ് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറ്റും. അത് നിങ്ങൾ തിരിച്ചിട്ട് കൊടുക്കുക ചെയ്യേണ്ടത്. ഇപ്പോൾ സപ്ലൈ ചെക്ക് ചെയ്തു, ഫ്യൂസ് ചെക്ക് ചെയ്തു, അതിനൊന്നും പ്രശ്നമില്ലെങ്കിൽ പിന്നീട് നമുക്ക് സപ്ലൈ വയർ ചെക്ക് ചെയ്യാം. സപ്ലൈ വയർ ചെക്ക് ചെയ്യാൻ ഒരു മൾട്ടിമീറ്ററോ ടെസ്റ്റിംഗ് ലാമ്പോ എടുത്തിട്ട് ഫേസിൻ്റെ ന്യൂട്രലിൻ്റെ ഇടയ്ക്ക് കണ്ടിന്യൂറ്റി ഫേസ് ന്യൂട്രലും കണ്ടിന്യൂറ്റി ഇല്ലെന്ന് ചെക്ക് ചെയ്യുക. കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ എനിക്ക് സപ്ലൈ വയർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സപ്ലൈ നമ്മുടെ ഇൻവേർട്ടറിൽ നിന്ന് കിട്ടണം. ഇൻപുട്ടിൽ പ്രോപ്പർ സപ്ലൈ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വയറിൽ എന്തെങ്കിലും കണക്ഷൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് സ്വിച്ചസുകളാണ്. അപ്പോൾ ഈ ഒരു ഇൻവേർട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരുപാട് സ്വിച്ചസ് കാണാൻ പറ്റും. അപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയ ആണിത്. ഇപ്പോൾ നമ്മുടെ സപ്ലൈ പോകുന്നത് ഫേസ് ന്യൂട്രൽ കടന്നു പോകുന്നത് ഈ ഒരു സ്വിച്ച് വഴി ആയിരിക്കാം. അപ്പോൾ ഈ സ്വിച്ച് കേട് വന്നു കഴിഞ്ഞാൽ സപ്ലൈ എന്ത് ചെയ്യില്ല, സർക്യൂട്ട് ബോർഡിൽ എത്തില്ല. സർക്യൂട്ട് ബോർഡിൽ സപ്ലൈ എത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഇൻവേർട്ടർ വർക്കാവില്ല. അപ്പോൾ ബാറ്ററി ചാർജൊന്നും ആവില്ല. അപ്പോൾ ആദ്യം നമ്മൾ സ്വിച്ച് ചെക്ക് ചെയ്യണം. അപ്പോൾ സ്വിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു മൾട്ടിമീറ്റർ എടുത്ത് ചെക്ക് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. ടെസ്റ്റിംഗ് ലാമ്പ് എടുക്കരുത്. ഇപ്പോൾ മൾട്ടിമീറ്റർ എടുത്തിട്ട് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഇട്ടിട്ട് ചെക്ക് ചെയ്യുക. എന്നാൽ പ്രോപ്പർ കണ്ടിന്യൂറ്റി ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ സ്വിച്ചസിലൊക്കെ ചെറിയ ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ആ സ്വിച്ചൊക്കെ ഡാമേജ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ ആ സ്വിച്ചസൊക്കെ നിങ്ങൾ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ പുറത്തൊക്കെ ഇൻവെർട്ടർ വെക്കുന്ന ആളുകൾ ഡസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് സ്വിച്ചസ് പെട്ടെന്ന് ഡാമേജ് ആയിപ്പോവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സ്വിച്ചസിൽ കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ടെസ്റ്റിംഗ് ലാമ്പ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടിന്യൂറ്റി കാണിച്ചെങ്കിലും മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി കാണിക്കണമെന്നില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഇവിടെ ഈ സ്വിച്ചസിലൊന്നും കണ്ടിന്യൂറ്റി പ്രോപ്പറായിട്ടുള്ള കണ്ടിന്യൂറ്റി കാണിക്കണില്ല. സോ സ്വിച്ചസൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്വിച്ചസൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനിലുള്ള സ്വിച്ചസുകൾ എടുത്ത് നമ്മൾ കണ്ടിന്യൂറ്റി ടെസ്റ്റിൽ ഇട്ടിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് മൾട്ടിമീറ്ററിൽ ബസർ സൗണ്ട് കേൾക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ നോക്കുക, അതിന് ബസർ സൗണ്ട് കിട്ടുന്നില്ലെങ്കിൽ ആ സ്വിച്ച് നിങ്ങൾ റീപ്ലേസ് ചെയ്യുക. ചെറിയ വിലയ്ക്ക് നമുക്ക് ഈ സ്വിച്ച് കിട്ടും. അപ്പോൾ ഈ സ്വിച്ചസൊക്കെ നമുക്ക് ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതൊരു ഡാമേജ് ആയ സ്വിച്ചാണ്. ഇപ്പോൾ ഇതിൽ കണ്ടിന്യൂറ്റി ഒന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ സർക്യൂട്ട് ബോർഡിലെ കംപ്ലൈൻറ്റുകൾ ചെക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് ബോർഡിലെ കണക്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോർഡ് ഇൻവേർട്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഈ 2 കോൺടാക്റ്റുകൾ തമ്മിൽ ഷോർട്ട് ആവണം. അല്ലെങ്കിൽ 2 കോൺടാക്റ്റുകൾ തമ്മിൽ പരസ്പരം തട്ടുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ കോൺടാക്റ്റിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള വയർ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്.
അപ്പോൾ ഈ ഒരു കണക്ടറായിരുന്നു അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രണ്ട് വയറിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു സ്വിച്ചസ് കൊടുക്കുകയാണെങ്കിൽ ആ സ്വിച്ച് ഓൺ ഓഫ് ആവുന്ന സമയത്ത് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സ്വിച്ച്, ഈ ഒരു കണക്ടർ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ കണക്ടർ ലൂസായി കഴിഞ്ഞാൽ അവിടെ ആ ഒരു ബോർഡിൽ നമ്മളത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ലൂസ് കണക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാതെ വരും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇൻവെർട്ടർ കേടായി എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു ചെറിയ വയറും കൂടി നമുക്ക് കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഇട്ടിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ബസർ റിങ് ചെയ്യുന്നുണ്ടോ നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വയർ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സപ്ലൈ ചെക്ക് ചെയ്തു, സപ്ലൈ വയർ ചെക്ക് ചെയ്തു, ഫ്യൂസ് ചെക്ക് ചെയ്തു, സ്വിച്ചസ് എല്ലാം ചെക്ക് ചെയ്തു. അതിന് ശേഷം മാത്രമേ ഇനി ബോർഡിലോട്ട് പോകേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ ബോർഡ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള കണക്ഷൻസ് കൊടുക്കുക. ഇപ്പോൾ നമുക്കറിയാം ഒരു കണക്ടർ ഉണ്ട്, നമ്മുടെ സപ്ലൈയിൽ നിന്ന് വരുന്ന ഒരു കണക്ടർ ഉണ്ട്. അത് ആ ഒരു പ്രോപ്പറായിട്ടുള്ള സ്ലോട്ടിൽ കണക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു നേരത്തെ പറഞ്ഞ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ബോഡിയിലോട്ട് കൊടുക്കേണ്ട ഒരു കോണ്ടാക്റ്റ് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ, അപ്പോൾ അതും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് രണ്ട് വയർ ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ ടിപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഷോർട്ട് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്വിച്ചസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്വിച്ചസ് വെച്ചിട്ട് തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഷോർട്ട് ആക്കിയിട്ടാണ് അതവിടെ ആ ഒരു ബോഡിയിൽ വെക്കാൻ പോകുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെർട്ടർ ഓൺ ആക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻവെർട്ടറിൽ പവർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മുടെ ബോർഡിൻ്റെ ഔട്ട്പുട്ടിൽ ബാറ്ററിയിലോട്ട് പോകുന്ന കണക്ഷനിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഒരു മൾട്ടിമീറ്റർ എടുത്തിട്ട് മൾട്ടിമീറ്റർ DC 200 ഇട്ടിട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കുക. എന്നിട്ട് സപ്ലൈ ഓൺ ചെയ്യാം. ഇപ്പോൾ സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ മൾട്ടിമീറ്ററിൽ എത്ര വാല്യൂ കിട്ടുമെന്ന് നോക്കാം. ഇപ്പോൾ മൾട്ടിമീറ്ററിൽ 13.5 to 13.8 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോർഡ് ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടെ ഈ ഒരു ലെഡ് ആസിഡ് ബാറ്ററീൻ്റെ സ്പെസിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ അതിൽ എഴുതിയിട്ടുണ്ട് 13.5 to 13.8 ആണെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാനുള്ള കറക്റ്റ് വോൾട്ടേജ് നമുക്ക് ബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വോൾട്ടേജ് ഒന്നും കാണിക്കുന്നില്ലെങ്കിലോ എങ്കിൽ മാത്രമേ ബോർഡിൻ്റെ മറ്റ് കാര്യങ്ങളിലോട്ട് ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ ബാറ്ററി ചാർജ് ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ ഇൻവെർട്ടറായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാറ്ററി കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഞാനൊരു ഔട്ട്പുട്ടിൽ നമ്മുടെ ഇൻവെർട്ടറിൽ ഒരു ബൾബ് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ബൾബ് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇൻവെർട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബാറ്ററി ചാർജിങ് ആയിട്ട് ഇൻവെർട്ടറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ബോർഡിൻ്റെ ഇഷ്യൂ ആണ്. ചാർജ് ആവുന്നുണ്ട്, അപ്പോൾ ഇൻവെർട്ടറായിട്ടും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബോർഡിന് ഇഷ്യൂ ഒന്നും ഇല്ലയെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ബോർഡുകൾ കാണിക്കാം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത ചെറിയ ചെറിയ ഇഷ്യൂസ് കാരണമായിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടാതെ പോയത്. ഇപ്പോൾ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ലെഗ് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് എൻ്റെ കയ്യിൽ ഊരി പോന്നിട്ടുണ്ട്. നെഗറ്റീവ് ബോർഡിൽ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ, പോസിറ്റീവ് ലെഗ് നെഗറ്റീവ് ലെഗ് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ സോൾഡർ ചെയ്ത് വെച്ചത് കൊണ്ട് എന്തുകൊണ്ടും ചിലപ്പോൾ ഈ നമ്മുടെ ഇൻവെർട്ടർ ഇപ്പോൾ നിലത്തേക്ക് ചാടുന്ന സമയത്തൊക്കെ ഈ ഒരു ബോർഡിൽ നിന്ന് ആ ഒരു വയർ ഡിസ്കണക്ട് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ആ ബോർഡിൽ മൾട്ടിമീറ്റർ എടുത്തിട്ട് നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവും DC 200 ഇട്ടിട്ട് ചെക്ക് ചെയ്യാം. കറക്റ്റ് 14 വോൾട്ട് ആ ഒരു ലെഗിൽ വരുന്നുണ്ടോ നോക്കുക. ആ വയറിൽ ചെക്ക് ചെയ്യാതെ ആ ഒരു ബോർഡിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യാം, എന്നിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഈ ഒരു ഇൻവെർട്ടറിൽ അതായിരുന്നു പ്രശ്നം. അപ്പോൾ അവിടെ എന്ത് പ്രോപ്പറായിട്ടുള്ള സോൾഡറിങ് കിട്ടാത്തത് കാരണം ആ ഒരു ബ്ലാക്ക് വയറിൽ കണക്ഷൻ ഇല്ലായിരുന്നു. അതായിരുന്നു അവിടുത്തെ പ്രശ്നം. ഇത് വേറൊരു ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഇഷ്യൂ ആയിരുന്നു ഇവിടെ വെച്ചാൽ പോസിറ്റീവും നെഗറ്റീവിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലെഗുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നെഗറ്റീവ് റിമൂവ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ആയിരുന്നു നെഗറ്റീവ് വരേണ്ട ആ ഒരു പാർട്ട്. പോസിറ്റീവ് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവിൻ്റെ പാർട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നെഗറ്റീവിൻ്റെയും പോസിറ്റീവിൻ്റെ അടുക്ക് മൾട്ടിമീറ്റർ വെച്ച് നോക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള വോൾട്ടേജ് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡിൻ്റെ വേറൊരു നെഗറ്റീവ് എടുത്തിട്ട് ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് കറക്റ്റ് പ്രോപ്പർ വോൾട്ടേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു ബോർഡിൽ പ്രിൻ്റ് ചെയ്ത സർക്യൂട്ടിൽ എന്ത് ചെയ്തിട്ടുള്ള ഒരു കണക്ഷൻ റിമൂവ് ആയി പോയിട്ടുണ്ട്.
അങ്ങനെ കണക്ഷൻ നെഗറ്റീവിലോട്ടുള്ള കണക്ഷൻ റിമൂവ് ആയി പോയത് കൊണ്ടാണ് നമുക്കവിടെ വോൾട്ടേജ് കിട്ടാതെ പോയത്. എന്നിരുത്തിയിട്ട് ബോർഡിന് ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ഇഷ്യൂസ് ആണെങ്കിൽ നിങ്ങൾക്കത് സോൾഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ നെഗറ്റീവിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കണക്ഷൻ വിട്ടുപോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാർട്ട് സോൾഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആയി. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നോക്കുക, നിങ്ങളുടെ ബോഡി നന്നായിട്ട് എക്സാമിൻ ചെയ്യുക. അപ്പോൾ അതിൽ എവിടെയെങ്കിലും കണക്ഷൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും സോൾഡർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ആയിരിക്കാം ഈ ബോർഡിൽ വരുന്ന പല കംപ്ലൈൻറ്റുകളും. ഇപ്പോൾ ഓവർലോഡ് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അതൊക്കെ ബാറ്ററിയുടെ ചാർജ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ബാറ്ററി ചാർജ് ആവാത്തതുപോലത്തെ കണക്ഷൻസൊക്കെ വിട്ടുപോയത് കൊണ്ടാവാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ചെറിയ ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ബാറ്ററി എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ബാറ്ററി നിങ്ങൾക്ക് മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക. ബാറ്ററി 10ൻ്റെ ഒക്കെ താഴെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വേറൊരു ബാറ്ററി എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ എക്സ്റ്റേണൽ ചാർജർ ഉപയോഗിച്ചിട്ട് ബാറ്ററി ചാർജ് ചെയ്ത് നോക്കുക, എന്നിട്ട് വെച്ച് നോക്കുക. അപ്പോൾ ഇൻവെർട്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ വലിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.